Good morning. Design of concrete structures in ആറാമത്തെ ലെക്ചറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ലെക്ചറിനകത്ത് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ലെക്ചറിൽ എന്താ നോക്കിയത്, നമ്മൾ വേരിയസ് അസംഷൻസ് നോക്കി. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. അതിന്റെ അസംഷൻസ് കോഡൽ പ്രൊവിഷൻസുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ അതേ അസംഷൻസ് വെച്ചിട്ടുള്ള ഡെറിവേഷൻസ് നോക്കുവാണ്. എന്തിനാണ് ഡെറൈവ് ചെയ്യുന്നത്? കോഡിൽ തന്നെ കുറെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻസ് എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടിയാണ് ഈ ഡെറിവേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിറൈവ് ചെയ്തിട്ട് അത് കോഡിലെ വാല്യൂസുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എങ്ങനെയാണുള്ളത്, അത് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനിന്റെ കൊളാപ്സ് അല്ലെങ്കിൽ ഫ്ലക്ഷൻ കണ്ടീഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അസംഷൻ സമയത്ത് ഞാൻ ഇതേപോലെ ഒരു സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം വരച്ചു അല്ലെ. സ്ട്രെസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഈ ഡെറിവേഷൻ വേണ്ടി കൺസിഡർ ചെയ്യുന്നത് ഒരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമാണ്. കഴിഞ്ഞ അസംഷൻ നമ്മൾ കൺസിഡർ ചെയ്തത് പോലെ ഒരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എടുത്തു. എന്താ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റ്സ് ഏതെങ്കിലും ടെൻഷൻ സോണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കംപ്രഷൻ സോണിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കത്തില്ല. അങ്ങനെയുള്ള കോൺക്രീറ്റിന്റെ ബീമിനെയാണ് എന്താ പറയാ, സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. അല്ലേ, ടെൻഷൻ സോൺ എപ്പോഴായിരിക്കും? ഇവിടെ ആയിരിക്കും കോൺക്രീറ്റില്. ഞാൻ പറഞ്ഞു താഴത്തെ വശമായിരിക്കും ടെൻഷൻ വരുന്നത്, മുകളിലത്തെ വശത്ത് കംപ്രഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ടെൻഷൻ സോണിൽ നമുക്ക് കൊടുക്കുന്നതാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് നമ്മൾ RCC PCC കമ്പാരിസൺ നോക്കിയതാണ്. ഓക്കെ, ഫിഗറിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ബാക്കിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് ബ്ലോക്ക് എങ്കിൽ അതിന്റെ എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ഡിയും ബാക്കിയുള്ള ലെങ്തിനെ എഫക്റ്റീവ് കവർ എന്നും പറയും. ടോട്ടൽ ഡെപ്ത് നമ്മൾ ഓവറോൾ ഡെപ്ത് അതിനെ ക്യാപിറ്റൽ ഡി വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ക്യാപിറ്റൽ ഡി ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ മാർക്ക് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി എന്താണ് ന്യൂട്രൽ ആക്സിസ്? ഈ വരച്ചേക്കുന്നതാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രൽ ആക്സിസ് എന്താണ്? ന്യൂട്രൽ ആക്സിസ് ഇസ് ദ ലൈൻ പാസിംഗ് ത്രൂ എനി ബോഡി ഓർ എനി മെമ്പർ വേർ ദ സ്ട്രെസ് ഓർ ദ സ്ട്രെയിൻ ഈസ് മിനിമം. സ്ട്രെയിൻ ഇസ് മിനിമം ഓർ സീറോ. സ്ട്രെയിൻ സീറോ ആയിട്ട് പോകുന്ന ഒരു ലൈനെയാണ്, ഏത് മെമ്പറിനെ കൂടി പാസ് ചെയ്യാൻ പോകുന്ന ലൈനെയാണ് വിളിക്കുക ന്യൂട്രൽ ആക്സിസ് എന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഈ വരച്ചേക്കുന്നത് സ്ട്രെയിൻ ഡയഗ്രാം ആണ്. നമ്മൾ കഴിഞ്ഞ അസംഷനിൽ കണ്ടായിരുന്നു സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം വാല്യൂ ഇൻ ഔട്ടർ ഫൈബർ, ഏറ്റവും എൻഡിലെ ഔട്ടർ ഫൈബറിന്റെ മാക്സിമം വാല്യൂ 0.0035 എന്നാണെന്ന് നമ്മൾ കോഡ് ബുക്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അസംഷനിൽ കണ്ടായിരുന്നു. ആ സ്ട്രെയിനിന്റെ കോൺക്രീറ്റിന്റെ സ്ട്രെയിനിനെ റെപ്രസെന്റ് ചെയ്യുന്ന എപ്സിലോൺ CU എന്ന ടേം യൂസ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ ആണ് 0.0035. ഓക്കെ, അതേപോലെ ഞാൻ പറഞ്ഞു ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത് പ്രൂഫ് സ്ട്രെയിൻ കഴിഞ്ഞാണ് വരുന്നത് അല്ലെ. പ്രൂഫ് സ്ട്രെയിൻ എത്രയാണ്? 0.002 ഉള്ളൂ പ്രൂഫ് സ്ട്രെയിൻ. അതിന്റെ വാല്യൂ ആണ് കാണിച്ചിരിക്കുന്നത് 0.002. പ്രൂഫ് സ്ട്രെയിൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ മാക്സിമം സ്ട്രെയിൻ. ആ മാക്സിമം സ്ട്രെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫെയിൽ ആവും. അതാണ് ഈ വാല്യൂ കാണിച്ചത് 0.0035 എന്ന വാല്യൂ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് അസംഷൻ നമ്മൾ കണ്ടതാണ്. എന്താണ് സ്ട്രെയിനിങ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ? സ്ട്രെയിനിങ് സ്റ്റീൽ എന്ന് വെച്ചാൽ എപ്സിലോൺ S ആണ് എഴുതിയിരിക്കുന്നത്. സ്ട്രെയിൻ മാക്സിമം സ്ട്രെയിൻ സ്റ്റീൽ അല്ലെങ്കിൽ yield ചെയ്യുന്ന സ്ട്രെയിൻ എത്രയാണ്? Fi/1.15 പ്ലസ് 0.002 ആണ്. ഈ 0.002 എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൂഫ് സ്ട്രെസിന്റെ വാല്യൂ ആണ്. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ വാല്യൂസ് yielding കൺസിഡർ ചെയ്യുന്നത്. പ്രൂഫ് സ്ട്രെസ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ആണ് yielding ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ വാല്യൂസ് എല്ലാം നമ്മുടെ കോഡ് ബുക്കിൽ ഗ്രാഫ് കണ്ടായിരുന്നു അല്ലെ. സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ബേസിസിലാണ് കോഡ് ബുക്കിൽ നിന്ന് എടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു അസംഷൻ ആയിരുന്നു. ഇനി ഈ 1/1.15 എന്ന വാല്യൂവിനെ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ 0.87 എന്ന വാല്യൂ കിട്ടും. 1/1.15 ആണ് 0.87 എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇനി അങ്ങോട്ടുള്ള കാൽക്കുലേഷനിൽ എളുപ്പത്തിന് വേണ്ടി 0.87 into Fi/Es പ്ലസ് 0.002 എന്ന രീതിയായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുക. ഇത് അതിനുശേഷം സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രമാണ്. സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിന്റെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ഇതിനകത്ത് സ്ട്രെസ്, മാക്സിമം സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്, അതിന്റെ വാല്യൂ എത്രയാണ് എടുക്കേണ്ടത്? 0.67 FCK എടുക്കണം എന്ന് നമുക്ക് കോഡ് ബുക്കിൽ അസംഷനിലുണ്ട്. അതിനെ നമ്മൾ 1.5 അതായത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യണം എന്നും കോഡ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഒരു അസംഷനകത്ത്. അതുകൊണ്ട് ഈ 1.5 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 0.446 ആണ് വരുന്നത്. റൗണ്ട് ചെയ്ത് 0.45 FCK എന്നുള്ളത്. 0.67 ഡിവൈഡ് ബൈ 1.5 ചെയ്യുമ്പോൾ 0.446 വരും. 0.45 FCK എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഈ ഫിഗറിനകത്ത് ഈ ഒരു രണ്ടായിട്ട് ഈ ഒരു സെക്ഷനെ ഒരു റെക്ടാംഗുലർ സെക്ഷനും ഒരു പാരബോളിക് സെക്ഷനുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോഡ് ബുക്കിൽ അതൊരു അസംഷൻ ആണ്. നമ്മൾ സ്ട്രെസ് ബ്ലോക്കിനെ നമുക്ക് റെക്ടാംഗിളോ പാരബോളിക്കോ ട്രപ്പീസോയിഡോ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം എന്ന് ഒരു അസംഷൻ പറഞ്ഞിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ റിക്വയർഡ് സ്ട്രെങ്ത് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അസംഷൻ. ഓക്കെ, അതിന്റെ ഈ ഡെപ്ത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് ആദ്യം നോക്കാം. അപ്പൊ അതിനു മുമ്പേ എന്താണ് ഒരു കോൺക്രീറ്റ്? കോൺക്രീറ്റിനകത്ത് നമുക്ക് രണ്ട് ടൈപ്പ് ഫോഴ്സ് ആണുള്ളത് അല്ലെ. നമുക്ക് കംപ്രഷൻ വരും, ടെൻഷൻ വരും. കംപ്രഷൻ സോണും ഉണ്ട്, ടെൻഷൻ സോണും ഉണ്ട്. ടെൻഷൻ സോൺ താഴെയും കംപ്രഷൻ സോൺ മുകളിലും ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്.
അപ്പോൾ ഈ ടെൻഷന്റെയും കംപ്രഷനും എന്ന് വരുന്ന വാല്യൂസ് നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എപ്പോഴും ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്തായാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, കാരണം രണ്ടിന്റെയും സൈൻ ഡിഫറെന്റ് ആണ് അല്ലെ. ടെൻഷനും കംപ്രഷനും സൈൻ ഡിഫറെന്റ് ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഈക്വൽ ആവുന്ന എപ്പോഴായിരിക്കും? ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ രണ്ടും ഈക്വൽ ആകും അല്ലെ. ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാം ഐഡിയൽ കണ്ടീഷൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ടെൻഷന്റെയും കംപ്രഷന്റെയും വാല്യൂ എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ ഓക്കെ, എന്താണ് സ്ട്രെസ്സും സ്ട്രെയിൻ നമുക്കറിയാലോ. എന്താണ് യങ്സ് മോഡുലസ് അറിയാലോ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ സ്ട്രെസ് ഇൻ സ്റ്റീൽ, മാക്സിമം സ്ട്രെസ് ഇൻ സ്റ്റീൽ എത്രയാണ്? 0.87 FI ആണ് നമുക്ക് ഓൾറെഡി അറിയാം. 0.87 FI ആണ് എന്ന് നമുക്കറിയാം അല്ലെ. 0.87 FI നെ ഡിവൈഡ് ബൈ ES ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രെയിൻ കിട്ടുന്നത്. ഇവിടെ സ്ട്രെയിനിന് വേണ്ടി 0.87 1/1.15 ആണ് 0.87 ഞാൻ പറഞ്ഞു. 0.87 FI ഡിവൈഡ് ബൈ ES ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രെയിൻ കിട്ടി. അപ്പൊ ഇവിടെ സ്ട്രെയിനിന്റെ കൂടെ പ്രൂഫ് സ്ട്രെസ് കൂടി ആഡ് ചെയ്തേ ഉള്ളൂ. സാധാരണ സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.87 FI മാത്രമേ ഉള്ളൂ. ഡിവൈഡ് ബൈ ES ചെയ്യാൻ പാടില്ല, അപ്പൊ സ്ട്രെയിൻ അല്ലേ കിട്ടുക. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് കിട്ടിയാൽ 0.87 FI ആണെന്ന് മനസ്സിലായി. അപ്പോൾ മാക്സിമം ടെൻസൈൽ ഫോഴ്സ് ഇൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സിനെ ഫോഴ്സ് ആക്കി എന്ത് ചെയ്യണം? ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ mm² ആണ്. അതിനെ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. mm² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഫോഴ്സ് കിട്ടും. അപ്പൊ ടെൻസൈൽ ഫോഴ്സ് ഇൻ സ്റ്റീൽ, സ്റ്റീലിലെ സ്ട്രെസ് നമുക്കറിയാം. അവിടെ തന്നെ ടെൻസൈൽ ഫോഴ്സ് എത്രയാണെന്ന് വെച്ചാൽ ആ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഏത് ഏരിയയാണ് എടുക്കുന്നത്? സ്റ്റീലാണ് ഏരിയ എല്ലാ ലോഡ് ടെൻഷൻ ഫോഴ്സസ് എടുക്കുന്നത്. അപ്പൊ സ്റ്റീലിന്റെ ഏരിയയിൽ എടുക്കുന്നത്. സ്റ്റീലിന്റെ ഏരിയ റെപ്രസെന്റ് യൂസ് ചെയ്യുന്ന ടേമാണ് AST, A suffix ST. സ്മോൾ ടി ആണ് A suffix ST, ഏരിയ ഓഫ് സ്റ്റീൽ. സ്റ്റീലിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ST ഇട്ടേക്കുന്നത്. ഓക്കെ, A suffix ST. അപ്പോൾ 0.87 into AST എന്ന ടേം യൂസ് ചെയ്യുന്ന നമുക്ക് എന്ത് കിട്ടി? ടെൻസൈൽ ഫോഴ്സ് ഇൻ സ്റ്റീൽ കിട്ടി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ടെൻഷന്റെ ഇക്വേഷൻ കിട്ടി. അതാണ് 0.87 FI AC. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ കംപ്രഷന്റെ വേണ്ടി കംപ്രഷന്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, പക്ഷെ അതിലേക്ക് പോകണ്ട, കാരണം കോഡ് ബുക്കിൽ നമുക്ക് ആ വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വാല്യൂ ഡയറക്റ്റ് എടുക്കാം. അതിന്റെ ഡെറിവേഷൻ ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞു തരാം, വേറെ ക്ലാസ്സിൽ അത് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നോട്ട്സിൽ അതുണ്ടാവും, അടുത്ത ഒരു വീഡിയോയിനകത്ത് ഞാൻ കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ടുതരാം. ഓക്കെ, അപ്പൊ അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം കോഡ് ബുക്കിൽ പേജ് നമ്പർ 69 നമ്മൾ ഓൾറെഡി അസംഷൻ നോക്കി. സെയിം പേജിനകത്ത് നമുക്ക് ഇതേ വാല്യൂസ് കിടപ്പുണ്ട്. കംപ്രഷൻ ഫോഴ്സ് ഇൻ കോൺക്രീറ്റ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും. ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക്, ഈ ബ്ലോക്കിന്റെ ഏരിയ ആയിട്ടാണ് കംപ്രഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ 0.36 into FCP into XC ഇത്രേ ഉണ്ടാവുള്ളൂ കോഡ് ബുക്കിൽ. B എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത സിംഗിൾ റീഇൻഫോഴ്സ് ബീമിന്റെ ബ്രെഡ്ത്ത് ആണ് B, നമ്മൾ അസ്യൂം ചെയ്തതാണ്. അതുകൊണ്ടാണ് B എന്ന ടേം കൂടി നമ്മൾ കൊടുത്തത്. എന്നാലേ നമുക്ക് ഏരിയ ആയിട്ട് കിട്ടത്തുള്ളൂ. 0.36 into FCP into XU into B. ഈ XU എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ്. ന്യൂട്രൽ ആക്സിസ് ഇതാണ് ഞാൻ പറഞ്ഞു, എവിടെയാണോ സ്ട്രെയിൻ 0 ആവുന്നത് അതാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഫൈബർ തൊട്ട് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്തിനെയാണ് നമ്മൾ XU എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും കിട്ടി. അപ്പൊ ടെൻഷൻ കിട്ടി, കംപ്രഷൻ കിട്ടി. ഇനി ഈ രണ്ട് ടേം എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് കൂടി നോക്കാം. അപ്പൊ എങ്ങനെ കിട്ടുന്നത്? നമുക്ക് ഈ ഇതേ ഫിഗർ, ഈ സ്ട്രെയിനിന്റെ ഫിഗർ ഒന്നും കൂടി ഇവിടെ വരയ്ക്കുവാണെങ്കിൽ സെയിം ഫിഗർ ആണ്, ഒരു വ്യത്യാസമില്ല. അപ്പൊ അതിന് നമ്മൾ ടോട്ടൽ ന്യൂട്രൽ ആക്സിസ് XU അല്ലേ, XU ആയിട്ട് എടുത്തു. അതിന് രണ്ട് പാർട്ട് ഡിവൈഡ് ചെയ്തു. ഈ പ്രൂഫ് സ്ട്രെസ് വരെ ഒരെണ്ണവും പിന്നെ മാക്സിമം സ്ട്രെയിൻ, പ്രൂഫ് സ്ട്രെയിൻ വരെ ഒരെണ്ണവും മാക്സിമം സ്ട്രെയിൻ വരെയും അടുത്ത ഒരു വാല്യൂ ആയിട്ട് എടുത്തു. X1 X2 ആയിട്ട് എടുത്തു. ഇനി സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്യാം. സിമിലർ ട്രയാങ്കിൾസ് ചെയ്യുമ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് 0.002 ഡിവൈഡ് ബൈ 0.0035 is equal to എന്താ പറയാ? അത് നമ്മൾ ചെറിയ ട്രയാങ്കിൾ എടുത്തത്. ചെറിയ ട്രയാങ്കിൾ ഈ ലെങ്ത് എത്രയാണ്? X1 ആണ്. അപ്പൊ X1 ഡിവൈഡ് ബൈ വലിയ ട്രയാങ്കിൾ അല്ലേ എടുത്തത് 0.0035 വേണ്ടി. വലിയ ട്രയാങ്കിളിന്റെ മൊത്തം ഡെപ്ത് X ഡിവൈഡ് ബൈ X. ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? X1 ന്റെ ടേം കണ്ടുപിടിച്ചൂടെ? X1 is equal to എന്ത് വരും? ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 0.57 എന്ന് വരും കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.002 ഡിവൈഡ് ബൈ 0.0035 ചെയ്യുമ്പോൾ നമുക്ക് 0.57 എന്ന് വരും. അപ്പൊ 0.57 into XU എന്ന ടീമിൽ ഈ ടേം കിട്ടും അല്ലെ. അപ്പം ഇത് 0.57 into XU ആണെങ്കിൽ ബാക്കി എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? ബാക്കി എത്രയാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഈ 0.57 XU നമുക്ക് എന്താ എഴുതാം? 4/7 XU എന്ന് എഴുതാം. 4/7 നമുക്ക് ചെയ്ത് നോക്കിയാൽ 0.57 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇത് 4/7 ആണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 3/7 ആയിരിക്കും അല്ലെ. 4 parts of 7 ആണ് ഒരു പാർട്ട് എങ്കിൽ ബാക്കി എത്രയായിരിക്കും? 3 parts of 7 ആയിരിക്കും അല്ലെ. 4 + 3 അല്ലെ 7 എന്ന് പറയുന്നത് ആ രീതിയിൽ. അപ്പം ഒരു പാർട്ട് X1 ഉം X2 ന്റെയും വാല്യൂസ് കിട്ടി. അങ്ങനെയാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഫിഗർ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലാ ടേംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം ഡിസ്കസ് ചെയ്തു, സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രം ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് ഈ ഫിഗറുകൾ എന്താണ്, XU എന്താണ് ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഐഡിയൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ കംപ്രഷനും ടെൻഷനും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതുകൂടി കൺസിഡർ ചെയ്യും. അപ്പൊ ഇക്വിലിബ്രിയം കണ്ടീഷനകത്ത് കംപ്രഷനും ടെൻഷനും ഫോഴ്സസ് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ഫോഴ്സ് നമുക്ക് വാല്യൂസ് കൂടെ കിട്ടുന്നുണ്ട്. ഒന്ന് ഇതുവാണ്, രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് XU ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. XU is equal to
നമുക്ക് ഈ ഒരു ടേം ആയിട്ട് കിട്ടും. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ ഈ ഒരു ഇക്വേഷൻ ഉദ്ദേശിച്ച്. ഈ ഇക്വേഷനകത്ത് നമ്മൾ രണ്ട് സൈഡിലും ഡി വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. ഡെപ്ത് ഏത് ഡെപ്ത് ആണ്? എഫക്റ്റീവ് ഡെപ്ത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എഫക്റ്റീവ് ഡെപ്ത് രണ്ട് സൈഡിൽ ഡിവൈഡ് ചെയ്യും. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ബൈ ഡി വരും, ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഡി വരും. അതാണ് ഇവിടെ ഡി ഇട്ടേക്കുന്നത്. ഓക്കെ, xu by d is equal to 0.87 by dsd by 0.36 ck bd. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇക്വേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഈ ഇക്വേഷന്റെ വാല്യൂ ഈ ഇക്വേഷൻ അതേപടി പേജ് നമ്പർ 96 കൊടുത്തിട്ടുണ്ട്. അത് അനക്സിന്റെ പേജ് ആണ്, അനക്സ് ജി ആണ്. അതിനകത്ത് പേജ് നമ്പർ 96 ഈ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് എക്സ്പ്ലെയിൻ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പ്ലെയിൻ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് ഇറ്റ്സ് പാരാമീറ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചെയ്തിട്ട് ഈ ഇക്വേഷൻ വരെയും എത്തി ബാക്കി കൂടി പറഞ്ഞുതരാം. അത്രയും കൂടി ചെയ്യണം. അത് 5 മാർക്കിനോ 6 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. വളരെ ചെറിയ. അപ്പം ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഇക്വേഷൻ അഥവാ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കോഡ് ബുക്കിൽ ഇക്വേഷൻ കിടപ്പുണ്ട്. അതിന് തിരിച്ച് നമുക്ക് മുകളിലോട്ട് പോയാലും മതി. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ പഠിച്ചെടുക്കുക. ഓക്കെ, ഇത് മനസ്സിലായി കാണില്ല എങ്ങനെ വന്നു. നമുക്ക് കൺസിഡർ ഇക്വിലിബ്രിയം ഫോഴ്സസ് ആകുമ്പോൾ കംപ്രഷനും ടെൻഷനും ഈക്വൽ ആയിരിക്കും. കംപ്രഷൻ ടെൻഷൻ വാല്യൂസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കോഡ് ബുക്ക് കിടപ്പുണ്ട്. ഈ ബി ഇടാൻ മറക്കരുത്. അതുപോലെ ടെൻഷൻ വന്നിട്ടുണ്ട്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് വരും. അതിനകത്ത് രണ്ട് സൈഡിൽ ഡി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ട പേജ് നമ്പർ 96 കിടപ്പുണ്ട്. ഓക്കെ, സിമിലർലി ബാക്കി എന്താ ചെയ്യേണ്ടത്? ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോഡ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ പേജ് നമ്പർ 69 പേജ് നമ്പർ 70 നമുക്ക് ഈ എക്സ്യുവിന്റെ മാക്സിമം വാല്യൂസ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂസ് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന രീതിയിൽ കുറച്ച് വാല്യൂസിന് കൊടുത്തിട്ടുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് സ്റ്റീലിന്റെ വാല്യൂസ് സാധാരണ നമ്മുടെ FI yielding strength വാല്യൂസ് 250 എടുക്കും, അല്ലെങ്കിൽ 415 എടുക്കും, 500 പല ടൈപ്പ് സ്റ്റീൽ അവൈലബിൾ ആണ്. ഏത് ടൈപ്പ് സ്റ്റീൽ യൂസ് ചെയ്യുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് XU max by D ന്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ കിട്ടി നോക്കാം. വേറെ ഒന്നുമില്ല, നമുക്ക് ഇതേ ടേം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് വേറെ ASTയും FCK ഒക്കെ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ നേരത്തെ വരച്ച സ്ട്രെയിൻ ഡയഗ്രാം ഇല്ലേ, അതൊന്നും കൂടി എടുത്ത് വരയ്ക്കുകയാണ്. സെയിം വരയ്ക്കുകയാണ്. അപ്പൊ ഈ സ്ട്രെയിൻ ഡയഗ്രാമിൽ ഈ വാല്യൂ എന്തായിരുന്നു? എപ്സിലോൺ സി. അതിന്റെ വാല്യൂ നമുക്കറിയാം. നമുക്ക് തൽക്കാലം എപ്സിലോൺ സി എടുക്കാം. ഇവിടെയും എപ്സിലോൺ SU. ഇത് മാക്സിമം സ്ട്രെയിനിങ് കോൺക്രീറ്റും അതാണ് സി വന്നേക്കുന്നത്. ഇത് മാക്സിമം സ്ട്രെയിനിങ് സ്റ്റീലുമാണ്. ഓക്കെ, അതാണ് എസ് വന്നേക്കുന്നത്. എപ്സിലോൺ ആണ് സ്ട്രെയിനിന്റെ സിമ്പിൾ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം ഇത് രണ്ടും അതേപടി ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഡെപ്ത് എന്താണെന്നാണ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് അറിയാം. അതാണ് XU എന്നിട്ടേക്കുന്നത്. മൊത്തം ഡെപ്ത് എത്രയാണ്? ഈ മൊത്തം ഡെപ്ത് ആണ് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് എന്നിട്ടേക്കുന്നത്. അതേ ഡെപ്ത് ഞാൻ എവിടെയും കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്യാം. സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം, അതേപോലെ വലിയൊരു ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ XU ഡിവൈഡ് ബൈ വലിയ ട്രയാങ്കിൾ ആകുമ്പോൾ ഈ മൊത്തം ഡെപ്ത് ആണ് അല്ലേ. XU ഡിവൈഡ് ബൈ ക്യാപിറ്റൽ D, സ്മോൾ d. XU ഡിവൈഡ് ബൈ D is equal to EC ഡിവൈഡ് ബൈ ഈ മൊത്തം എത്രയാണ്? ESU ഈ ലെങ്ത് കൂടി വരും അല്ലേ. ഈ ലെങ്ത് എത്രയാണ്? എപ്സിലോൺ CU കൂടി വരും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എടുക്കേണ്ടി. അതാണ് മുകളിൽ എപ്സിലോൺ CU ഡിവൈഡ് ബൈ എപ്സിലോൺ CU പ്ലസ് എപ്സിലോൺ SU എന്ന് വന്നേക്കുന്നത്. ഇനി ഈ എപ്സിലോൺ CU എപ്സിലോൺ SU ഒക്കെ വാല്യൂ നമുക്ക് അറിയില്ലേ. പക്ഷെ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ഈ വാല്യൂസ് ഒക്കെ എപ്സിലോണിന്റെ വാല്യൂസ് ഒക്കെ എന്താ അസംപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ദീസ് ആർ ദ ലിമിറ്റിംഗ് വാല്യൂസ്, മാക്സിമം വാല്യൂസ് ആണ്. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് വാല്യൂ വരുന്ന കോൺക്രീറ്റിന്റെ മാക്സിമം സ്ട്രെയിനും സ്റ്റീലിന്റെ മാക്സിമം സ്ട്രെയിനുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ഈ കേസ് വരുമ്പോൾ അതിന്റെ ലിമിറ്റിംഗ് ഏറ്റവും മാക്സിമം വാല്യൂ ഇനി എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ ഫെയിൽ ആവും. അപ്പൊ അതുകൊണ്ട് XUവിനെ നമുക്ക് XU മാക്സിമം പോസിബിൾ എന്താ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിന്റെ വാല്യൂ ആണ് XU മാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയും. അപ്പൊ ഈ മാക്സിമം പോസിബിൾ XUവിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോൺക്രീറ്റ് എത്രയാണ്? മാക്സിമം 0.0035 ആണ്. ഈ രണ്ട് വാല്യൂ നമുക്കറിയാം. 0.0035 ഈ വാല്യൂ നമുക്ക് ഇവിടെ എടുത്തിടാം. ഞാൻ പറഞ്ഞു 1/1.15 0.87 ആയിട്ട് എടുത്തെന്ന് പറയും. 0.87 പ്ലസ് 0.002 അതേപടി എടുത്ത് എഴുതുന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. റീഅറേഞ്ച് ചെയ്തതിനു ശേഷം ഈ ES എന്താണ്? ES എന്ന് പറഞ്ഞാൽ എന്താ യങ്സ് മോഡൽസ് ഓഫ് സ്റ്റീൽ ആണ് അല്ലേ. 2 × 10⁵ MPa ആണെന്ന് അറിയാം. 2 × 10⁵ MPa വെച്ചിട്ട് ഇത് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ആക്കി LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ഇത്. അതായത് 2 × 10⁵ × 0.0035 കിട്ടുമ്പോൾ 700 എന്ന് കിട്ടും. അതായത് 2 × 10⁵ × 0.0035 ചെയ്യുമ്പോൾ 700 കിട്ടും. അതേപോലെ ഇവിടെ 700 കിട്ടും. ഇവിടെ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 1100 എന്ന വാല്യൂ കൂടി കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനകത്ത് FYന്റെ ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് XU max by D ന്റെ വാല്യൂസ് കിട്ടും.
ഇങ്ങനെയാണ് കോഡ് ബുക്കിൽ ഈ ഇക്വേഷനിൽ നിന്നാണ് കോഡ് ബുക്കിൽ ഈ ഒരു ടാബുലർ കോളം യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾസോ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായല്ലോ, ഇതാണ് സ്ട്രെസ് ഡിസൈനർ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്? അകപ്പാടെ ഈ ഒരു ടാബുലർ കോളത്തിൽ കിട്ടിയ വാല്യൂസ് പേജ് നമ്പർ 17 കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിച്ചതാണ്. അത് വന്നതിന് വേണ്ടിയാണ് ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ഈ ഇക്വേഷന് വേണ്ടി നമ്മൾ സ്ട്രെയിറ്റ് ഡയഗ്രാം വരച്ചിട്ട് അതിനകത്ത് സിമിലർ ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. അതേപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിനെ നമുക്ക് എന്താ, നമ്മൾ എവിടെയാണ് ന്യൂട്രലൈസിംഗ് ഡെപ്ത് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. ഈ പേജ് നമ്പർ 96 കിടപ്പുണ്ട്. ഇത് എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കംപ്രഷനും ടെൻഷനും ഇക്വിലിബ്രിയം കണ്ടീഷനും ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് രണ്ടിന്റെ വാല്യൂ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ടേം കിട്ടി. രണ്ടിനെ ഡിവൈഡ് ബൈ ഡി ചെയ്യും അല്ലേ. അപ്പൊ ഈ ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് കംപ്രഷനും ടെൻഷനും നമ്മൾ കണ്ടുപിടിച്ചു. കംപ്രഷന്റെ വാല്യൂ കോഡ് ബുക്ക് കിടപ്പുണ്ട് പേജ് നമ്പർ 69. ടെൻഷൻ വാല്യൂ നമുക്ക് അറിയാം. നമുക്ക് സ്ട്രെയിൻ തന്നിട്ടുണ്ട്, അതിൽ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. നമുക്ക് സ്ട്രെയിൻ തന്നിട്ടുണ്ട്. സ്ട്രെയിൻ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു 0.87 FY ഡിവൈഡ് ബൈ ES എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൽ നിന്ന് നമുക്ക് സ്ട്രെസ് ഈ എപ്സിലോൺ എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് സ്ട്രെസ് എത്രയാണെന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ മൊത്തം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിനകത്ത് പേജ് നമ്പർ 96 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ന്യൂട്രലൈസിംഗ് ഡെപ്തിനും ഓരോ മാക്സിമം മൊമെന്റ് വരുന്നുണ്ട്. ആ മൊമെന്റിന്റെ ലിമിറ്റിംഗ് വാല്യൂസ് ഒക്കെ പറഞ്ഞ് കുറെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾസോ ബേസ്ഡ് ഓൺ ദിസ് ന്യൂട്രലൈസിംഗ് ഡെപ്ത് നമുക്ക് ഇതിനകത്ത് സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് എത്ര വേണം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുകൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞു നിർത്തിയതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് സെക്ഷനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെയിലിയർ മോഡ്സും എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ XU/D ന്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വെച്ചത്. അതിന്റെ ഇക്വേഷൻസ് നമ്മൾ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സും ഇങ്ങനെയാണ് ഒരു ഫിഗർ ഒക്കെ വരച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. എങ്ങനെയാണ് XU ന്റെ വാല്യൂ വരുന്നത്, ന്യൂട്രലൈസിംഗ് ഡെപ്ത് എത്രയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഈ ക്ലാസ്സിൽ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ ടൈപ്പ് സെക്ഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ ന്യൂട്രലൈസിംഗ് ഡെപ്ത്. ന്യൂട്രലൈസിംഗ് ഡെപ്തിന്റെ ബേസിൽ നമുക്ക് 3 ടൈപ്പ് സെക്ഷനായി ഡിവൈഡ് ചെയ്യാം. ബാലൻസ് സെക്ഷൻ, അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ, പിന്നെ ഓവർ റീൻഫോഴ്സ് സെക്ഷൻ. അങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഒരു ബീം എടുക്കാന്ന് വെച്ചു. ബീമിനകത്ത് നമ്മൾ എവിടെയാണ് റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്? ടെൻഷൻ സോണിലാണ് റീൻഫോഴ്സ്മെന്റ്. അത് നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. ടെൻഷൻ സോണിൽ റീൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് വരും, എത്ര റീൻഫോഴ്സ്മെന്റ് വേണം, റീൻഫോഴ്സ്മെന്റ് കൊടുത്തത് കൂടി പോവോ അല്ലെങ്കിൽ കുറഞ്ഞു പോവോ എന്നുള്ളത് നമുക്കറിയാം. റീൻഫോഴ്സ്മെന്റ് ഒന്നും കൊടുത്തില്ല എന്ത് പറ്റും? കോൺക്രീറ്റ് ബ്രേക്ക് ആവും അല്ലെങ്കിൽ ക്രാക്കിംഗ് ഫോം ചെയ്യും അല്ലെ. ക്രാക്ക് ഫോം ചെയ്യുന്നത് നമുക്ക് എന്ത് മനസ്സിലാവും? ആ കോൺക്രീറ്റ് ബ്രേക്ക് ആവാൻ പോവാണ്, ഫെയിൽ ആവാൻ പോവാണെന്ന് മനസ്സിലാവും. പക്ഷേ അതിനകത്ത് റീൻഫോഴ്സ്മെന്റ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? കോൺക്രീറ്റ് സഡൻലി അല്ലെങ്കിൽ ബ്രിട്ടിൽ ഫെയിലിയർ ആയിരിക്കും. ഒറ്റയടിക്ക് ഫെയിൽ ആവും. ക്രാക്ക് ആയിട്ട് വന്ന് നിൽക്കത്തില്ല, ഒറ്റയടിക്ക് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിയേക്ക് വീഴും. പക്ഷെ ചെറുതായി ക്രാക്ക് ഫോം ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ അവിടെ എന്തോ പ്രശ്നമുണ്ട്, ലോഡ് കൂടുതലാണ്, നമ്മൾ എന്തെങ്കിലും ഒരു റെട്രോ ഫിറ്റിംഗ് മെത്തേഡ് ചെയ്യണം. റെട്രോ ഫിറ്റിംഗ് എന്ന് വെച്ചാൽ അതിനെ റെമഡിയൽ മെത്തേഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കോൺക്രീറ്റ് എക്സ്ട്രാ കോൺക്രീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് സ്റ്റീൽ ജാക്കറ്റിംഗ് എന്നൊക്കെ പറയും, നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്യാ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ക്രാക്ക് ഫോം ചെയ്യാൻ നല്ലതാണ്, പക്ഷെ ബ്രിട്ടിൽ ഫെയിലിയർ ആവാൻ പാടില്ല. അപ്പൊ സ്റ്റീൽ ഒന്നും ഇല്ലെങ്കിൽ എന്ത് പറ്റും? ബ്രിട്ടിൽ ഫെയിലിയർ ഒറ്റയടിക്ക് പൊട്ടിപ്പോകും. നമ്മൾ PCCയിലെ ആ പിക്ചർ കണ്ടതുപോലെ. പക്ഷെ അതിനകത്ത് കുറച്ചിന്റെ സ്റ്റീൽ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? അതിനകത്ത് ചെറിയ കോൺക്രീറ്റിൽ ക്രാക്ക് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട് അല്ലെ. പക്ഷെ റീൻഫോഴ്സ്മെന്റ് വളരെ കൂടിപ്പോയാൽ എന്ത് പറ്റും? റീൻഫോഴ്സ്മെന്റ് വളരെ കൂടിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിലും ക്രാക്ക് ഒന്നും ഫോം ചെയ്യില്ല. കാരണം ഫുൾ ലോഡ് റീൻഫോഴ്സ്മെന്റ് എടുക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം സ്റ്റീൽ ഈൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്യൂ ആവും. അതുകൊണ്ട് റീൻഫോഴ്സ്മെന്റ് കൂടിയാലും പ്രശ്നമാണ്, പക്ഷെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയാൽ ഒന്നും ഇല്ലാതിരുന്നാൽ അതൊരു ഇഷ്യൂ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ഈ 3 സെക്ഷനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതുകൂടി ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ബാലൻസ് സെക്ഷൻ ആണ്. ബാലൻസ് എന്ന് പറയുമ്പോൾ എല്ലാം ഈക്വൽ ആയിട്ട് പോകുന്നതാണ്. അപ്പൊ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചതാണ് മാക്സിമം ന്യൂട്രലൈസിംഗ് ഡെപ്ത് ആണ്. മാക്സിമം ന്യൂട്രലൈസിംഗ് ഡെപ്ത് എന്ന് പറയുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ഇതുവരെ ആവാറും 3 കണ്ടീഷനാണ് പറയുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ. ഓക്കെ, ഇതാണ് മാക്സിമം വാല്യൂ, ഇത്രേ പാടുള്ളൂ. അപ്പം നമ്മൾ റീൻഫോഴ്സ്മെന്റ് ബാലൻസ് സെക്ഷനകത്ത് നമുക്ക് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ എന്ത് പറ്റും? നമ്മൾക്ക് ന്യൂട്രലൈസിംഗ് ഡെപ്തും മാക്സിമം ന്യൂട്രലൈസിംഗ് ഡെപ്തും ഈക്വൽ ആയിരിക്കും. ഈ ഒരു കണ്ടീഷനിൽ എന്താ പറ്റുന്നത് വെച്ചാൽ ബോത്ത് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ഈൽഡ്സ് ടുഗദർ. രണ്ട് സ്റ്റീലും കോൺക്രീറ്റും ഒരുമിച്ച് ഈൽഡ് ചെയ്യാൻ തുടങ്ങും. അത് ശരിക്കും നല്ലതല്ല. കാരണം സ്റ്റീലും കോൺക്രീറ്റും ഒരേപോലെ ഈൽഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? കോൺക്രീറ്റിൽ ഫെയിലിയർ പാറ്റേൺ കാണാൻ പറ്റത്തില്ല. ഒരുമിച്ച് ഫെയിൽ ആകും. കോൺക്രീറ്റും സ്റ്റീലും ഒരുമിച്ച് ഫെയിൽ ആയി കഴിഞ്ഞാൽ പ്രശ്നം. കോൺക്രീറ്റ് വേണം ആദ്യം ഫെയിൽ ആകാൻ, അപ്പൊ നമുക്ക് ക്രാക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ സ്റ്റീൽ ഫെയിൽ ആകാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യാറില്ല. ബാലൻസ് സെക്ഷൻ നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. പക്ഷെ ഇതൊരു ഐഡിയൽ കണ്ടീഷനാണ്. അതുകൊണ്ട് നമുക്ക് കോഡ് ബുക്കിൽ നമുക്ക് കുറെ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യാനും അങ്ങനത്തെ നമ്മൾ എല്ലാത്തിനും ഐഡിയൽ കണ്ടീഷനാണ് സജസ്റ്റ് ചെയ്യുന്നത്. അസംപ്ഷൻ എപ്പോഴും ഐഡിയൽ കണ്ടീഷൻ ആയിരിക്കും. അതിനുവേണ്ടി നമുക്ക് ബാലൻസ് സെക്ഷൻ യൂസ് ചെയ്യാം. അല്ലാതെ ആക്ച്വൽ ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം കോൺക്രീറ്റും സ്റ്റീലും ഒരുമിച്ച് ഈൽഡ് ചെയ്യുന്നത് കൊണ്ട് എന്ത് പറ്റും? രണ്ടിന്റെ ഫെയിലിയർ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അപ്പൊ
അപ്പൊ നമുക്ക് ക്രാക്ക് ഫോം ചെയ്യുമോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു വാണിംഗ് നമുക്ക് കിട്ടത്തില്ല, ഫെയിൽ ആവാൻ പോകുന്നു എന്നുള്ള വാണിംഗ് കിട്ടത്തില്ല. എല്ലാം അത് പറയുമ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, സെക്കൻഡ് കേസ് ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണ്. അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് എടുക്കുമ്പോൾ മാക്സിമം ലിമിറ്റിംഗ് ന്യൂട്രാലിറ്റി എടുത്ത് അത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച സെയിം വാല്യൂ, അതിന്റെ മാക്സിമം വാല്യൂ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഈ വാല്യൂ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് FI യുടെ വാല്യൂക്ക് മാക്സിമം വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡെപ്ത് കിട്ടും. അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം റീഇൻഫോഴ്സ്മെന്റ് എമൗണ്ട് കുറവായിരിക്കും. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് കുറവാകുമ്പോൾ എന്ത് പറ്റും, ഏതായിരിക്കും ആദ്യം ഫെയിൽ ആവുക? റീഇൻഫോഴ്സ്മെന്റ് കുറവ് കോൺക്രീറ്റിന്റെ കൂടുതലാകുമ്പോൾ കോൺക്രീറ്റ് ആദ്യം ഫെയിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. കോൺക്രീറ്റ് ആയിരിക്കും ഫെയിൽ ആവുന്നത്, പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ഫെയിൽ ആവും, കാരണം എമൗണ്ട് കണ്ടന്റ് വളരെ കുറവാണ്. കോൺക്രീറ്റ് ആദ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇവിടെ ഒരു ക്രാക്ക് ഫോം ചെയ്തു തുടങ്ങും അല്ലെ. ചെറുതായിട്ട് ക്രാക്ക് ഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ക്രാക്ക് ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, ഇതൊരു വാർണിംഗ് വരും, ഓക്കെ ഫെയിൽ ആവാൻ പോവാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷന്റെ ഗുണം. ഇവിടെ സ്റ്റീൽ ഈൽഡ്സ് ഫസ്റ്റ്, കാരണം എന്താ, സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി കുറവാണ്, കുറച്ച് സ്റ്റീലേ ഉള്ളൂ. അപ്പൊ അതിന് ആദ്യം ഈൽഡ് ചെയ്ത് തുടങ്ങും, റീച്ച് മാക്സിമം സ്ട്രെയിൻ ബിഫോർ കോൺക്രീറ്റ്, കോൺക്രീറ്റിന് മുമ്പേ അതിന് മാക്സിമം സ്ട്രെയിൻ എത്താനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതേപോലെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണ്. ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഇതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് പതുക്കെ ഈൽഡ് ചെയ്യുള്ളൂ, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനകത്ത് എന്താ പറയുക, എക്സ്യൂ മാക്സിമം ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ന്യൂട്രലാക്സിനെ കാട്ടും കൂടുതലായിരിക്കും നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ ന്യൂട്രലാക്സിന്റെ ഡെപ്ത് വളരെ കൂടുതലായിരിക്കും. ഈ കേസിൽ കോൺക്രീറ്റ് റീച്ചസ് മാക്സിമം സ്ട്രെയിൻ ഫസ്റ്റ്, കോൺക്രീറ്റ് ആയിരിക്കും ആദ്യം മാക്സിമം സ്ട്രെയിനിലേക്ക് എത്തുന്നത്. അപ്പോൾ അതേപോലെ കാരണം സ്റ്റീലിന് കുറെ ക്വാണ്ടിറ്റി കൂടുതലാണ്, കുറെ സ്ട്രെയിൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കോൺക്രീറ്റ് അത്രയും കപ്പാസിറ്റി ഇല്ല. ഇങ്ങനത്തെ കേസിൽ പെട്ടെന്ന് വരും, ഇതിലും ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു അക്സെപ്റ്റബിൾ ക്രൈറ്റീരിയ അല്ലാത്തതുകൊണ്ട് യൂഷ്വലി നമ്മുടെ ഔട്ട്പുട്ടിൽ പറഞ്ഞിരിക്കുന്നത് റീഡിസൈൻ ചെയ്യണം എന്നാണ്. അതായത് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുത്തത് കൂടിപ്പോയി, റീഡിസൈനിലേക്ക് പോവുക എന്നാണ് കോഡ്ബുക്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 3 ടൈപ്പ് സെക്ഷൻ ഉണ്ട്, ബാലൻസ്ഡ്, അണ്ടർ റീഇൻഫോഴ്സ്ഡ്, ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ ഉണ്ട്. അത് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ക്വാണ്ടിറ്റിയുടെ ബേസിൽ നമുക്ക് കമ്പയർ ചെയ്യാം, അതല്ലാതെ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്തിന്റെ ബേസിൽ കമ്പയർ ചെയ്യാം. ഇത് ഈക്വൽ ബാലൻസ് ആകുമ്പോൾ ഈക്വൽ ആയിരിക്കും, അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആകുമ്പോൾ ആക്ച്വലിന്റെ വാല്യൂ കുറവായിരിക്കും, ഓവർ റീഇൻഫോഴ്സ്ഡ് ആകുമ്പോൾ ആക്ച്വലിന്റെ വാല്യൂ കൂടുതലായിരിക്കും. ആക്ച്വൽ എന്ന് വെച്ചാൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ കണ്ടീഷൻ എക്സ്യൂ മാക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ആണ്, മാക്സിമം ലിമിറ്റ് ആണ്, അതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. അത് എപ്പോഴും ഒരേ രീതിയിലായിരിക്കും, മാക്സിമം വാല്യൂ ഇത്രയേ പാടുള്ളൂ. അതിനെക്കാട്ടും കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ റീഇൻഫോഴ്സ്മെന്റ്, കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലാണ് അല്ലെ, കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അതിന് ഓവർ റീഇൻഫോഴ്സ് ആയിട്ട് പറയും. ഇത്രയും നമുക്ക് മനസ്സിലാക്കി പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പേജ് നമ്പർ 96 നമ്മൾ മാക്സിമം ലിമിറ്റിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞ കുറേ ടേംസ് ഉണ്ട്. ആ ലിമിറ്റിംഗ് മൊമെന്റ് എന്താണെന്നും അതിന്റെ ഡെറിവേഷൻസും ആയിരിക്കും നമ്മൾ നോക്കുന്നത്. താങ്ക് യു.